ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, അതാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പാകെ ശിഷ്യനായ പത്രോസ് പറയുന്നു, അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അതായത് അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ദൈവപുത്രൻ എന്നതിലൂടെ തിരുവെഴുത്ത് അവിടെ വ്യക്തമാക്കുന്നത് ദൈവം എന്നുള്ള അതേ അർത്ഥമാണ്. പരീശന്മാരും ന്യായശാസ്ത്രിമാരും ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ പ്രസ്താവനയെ സാക്ഷാൽ ദൈവമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പരിഗണിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. യോഹന്നാൻ 5:18. അങ്ങനെ അവൻ ശബ്ബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ ദൈവപുത്രൻ എന്നതിലൂടെ യഹൂദന്മാർ ഗ്രഹിച്ചത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ യേശുക്രിസ്തുവിന് വിരോധമായി, ദൈവത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തിരിയുവാൻ കാരണം. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തിൽ യേശുക്രിസ്തു പാപമോചകൻ, അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. യേശുക്രിസ്തു പാപമോചകൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പക്ഷവാതം പിടിച്ച ഒരുവനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചില ആളുകൾ കൊണ്ടുവരുന്നവരുടെ വിശ്വാസത്തെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു പക്ഷവാതക്കാരനോട് സംസാരിക്കുന്നതാണ് ഇവിടുത്തെ ഇതിവൃത്തം.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 18 മുതൽ. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അവനെ അകത്ത് കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പിൽ വയ്പ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 21-ാമത്തെ വാക്യം. ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. 22-ാമത്തെ വാക്യത്തിൽ യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. 24 മുതൽ. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്തു ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവകാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന പക്ഷവാതക്കാരനോട് യേശുക്രിസ്തു പറയുന്നു, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യപുത്ര, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പക്ഷവാതക്കാരനോട് പറയുകയാണ്, നിന്റെ പാപങ്ങളെ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ഇളകി. 21-ാമത്തെ വാക്യത്തിൽ അവർ പറയുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും അറിയാം, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ ആർക്കും കഴിയുകയില്ല. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്, ദൈവമല്ലാതെ ആരാണ് പാപങ്ങളെ മോചിക്കുന്നവൻ? അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അവിടുന്ന് വ്യക്തമാക്കുന്നത്, വിരൽ ചൂണ്ടുന്നത് അവിടുന്ന് സാക്ഷാൽ ദൈവമാണ് എന്നതിലേക്കാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മളവിടെ കാണുകയാണ്. നോക്കണം, മറ്റൊരു സന്ദർഭത്തിലും യേശുക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നുണ്ട് യേശുക്രിസ്തു. 24-ാമത്തെ വാക്യത്തിൽ അവനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറയുന്നു. ഉടനെ മറ്റുള്ളവർ കാണുക അവൻ എഴുന്നേറ്റ് കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും, മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ഇതേ സംഭവം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയോട് യേശുക്രിസ്തു ഇങ്ങനെ പ്രതിവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 36 മുതൽ 50 വരെ. അവിടെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ആ സ്ത്രീയോട് നേരിട്ട് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ച് തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു സ്ത്രീയോടായിട്ട് പറയുകയാ, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പാപിയായ സ്ത്രീ കണ്ണുനീര് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പാദം നനച്ച് പരിമള തൈലം പൂശുമ്പോൾ ചുറ്റും നിൽക്കുന്ന പരീശന്മാർ, ആ സ്ത്രീയെ അറിയാവുന്നവർ മനസ്സുകൊണ്ട് പറയുകയാണ്, ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഇവളൊരു മോശം സ്ത്രീയാണെന്ന് കരുതി അവളെ ഒഴിവാക്കുമായിരുന്നല്ലോ. അവിടെ യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാണ് അധികം സ്നേഹിക്കുന്നത്? ശിഷ്യന്മാർ പറയുന്നു, അധികം ഇളച്ചു കിട്ടിയവർ. അപ്പോൾ നോക്കണം, അധികം ഇളച്ചു കിട്ടിയവർ അധികം സ്നേഹിക്കുന്നു. അവിടെ 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു, ആകയാൽ അവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പാപങ്ങളെ മോചിക്കുകയാണ്. അവിടുന്ന് ഭൂമിയിൽ പരസ്യമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അനേകരോട് യേശുക്രിസ്തു ഇത്തരത്തിൽ പ്രതിവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിപ്പിക്കാനുള്ള അധികാരമുണ്ട്. പരീശന്മാർ പറയുന്നു, ദൈവമല്ലാതെ ആർക്കാണ് പാപങ്ങളെ മോചിപ്പിക്കുവാനുള്ള അധികാരം? അപ്പോൾ യേശുക്രിസ്തു അവിടെ വ്യക്തമാക്കുന്നു, അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്, പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം അവിടുത്തേക്കുണ്ട്. നോക്കണം, മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 20 തുടങ്ങി 22 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെ, ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. 21-ാമത്തെ വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. 22-ാമത്തെ വാക്യം, കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശുക്രിസ്തു ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവെന്ന പ്രവാചകൻ പ്രവചിച്ചു. യെശയ്യാവ് 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ ഓർക്കണം, യേശുക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, പാപങ്ങളെ മോചിപ്പിക്കുവാൻ രക്ഷകൻ ഭൂമിയിലേക്ക് പിറക്കും.
യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൂതൻ വന്ന് യോസഫിനോട് പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. അത് ദൂതനിലൂടെയും പ്രവാചകനിലൂടെയും പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തമാക്കുകയാണ്. നോക്കണം, പാപങ്ങളെ മോചിപ്പിക്കുവാൻ അധികാരമുള്ളവൻ സാക്ഷാൽ ദൈവം. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് സകല മാനവരുടെയും പാപത്തെ മോചിപ്പിക്കുന്നത്? നോക്കണമേ, മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്വത്തിലാണ്. റോമാലേഖനം 3-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമർ 6:23. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, റോമർ 6:23 നമ്മൾ വായിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. റോമർ 3:23 കാണുന്നു, എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ അടിമത്വത്തിലാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ ശമ്പളമായ മരണം, ആ മരണത്തെ യേശുക്രിസ്തു നീക്കുന്നു. നോക്കണം, മരണം 2 ഘട്ടമായിട്ടുണ്ട്. ഒന്ന്, ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത്, അത് മരണമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഉൽപ്പത്തി 3:19. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പിശാചിൻ്റെ അടിമത്വത്തിലായി തീർന്ന ഒന്നാമത്തെ മനുഷ്യനോട് ദൈവം പറയുന്നു, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. എന്നാൽ മരണത്തിൻ്റെ 2-ാമത്തെ ഘട്ടം, 1-ാമത്തെ ഘട്ടം ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതാണെങ്കിൽ, 2-ാമത്തെ ഘട്ടം ദേഹി അഥവാ ജീവൻ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതായത് ദൈവസന്നിധിയിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ജീവൻ, ദേഹി നഷ്ടമായി പോകുന്ന അവസ്ഥ. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം 28. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഓർക്കണം, ഇവിടെ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. അതായത് ഈ ദേഹിയെ, ദേഹത്തെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുക. അപ്പോൾ ഈ ജീവനെ നരകത്തിൽ നശിപ്പിക്കുക, അതാണ് 2-ാമത്തെ മരണം. നോക്കണം, മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. യേശുക്രിസ്തു തന്നെ അനുഗമിച്ച പുരുഷാരത്തോട് ചോദിക്കുകയാണ്. മത്തായി 16:26. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? നോക്കണം, മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിലും ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് കർത്താവ് ചോദിക്കുകയാണ്. ആ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അതും യേശുക്രിസ്തുവോട് ഉദ്ധരിക്കുക. അപ്പോൾ സാധാരണയായി നാം വിവക്ഷിക്കുന്ന മരണമെന്നുള്ളത് ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതാണ്. എന്നാൽ 2-ാമതൊരു മരണമുണ്ട്, അത് ജീവൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നതാണ്. അതായത് ദൈവസന്നിധിയിൽ നിന്ന് നരകത്തിലേക്ക് ജീവൻ നഷ്ടപ്പെടുക, അതാണ് 2-ാമത്തെ മരണം. നോക്കണം, ഈ 2 മരണങ്ങളിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്നത്
യേശുക്രിസ്തുവിന് മാത്രമാണ് പാപമോചനത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യനെ ഇത്തരത്തിൽ രക്ഷിക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന് മാത്രമാണ്. നോക്കണമേ, വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു മരണത്തെക്കുറിച്ച് പറയുകയാണ്. അത് ജീവൻ എന്നേക്കുമായിട്ട് നിത്യ നരകത്തിലേക്ക് പോകുന്ന അനുഭവമാണ്. അത് ആർക്കാണത് ബാധകമാകുന്നത്? വെളിപ്പാട് പുസ്തകം 21:27. വെളിപ്പാട് പുസ്തകം 21:27. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. അപ്പോൾ ഓർക്കണം, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ അവിടെ യോഗ്യത ലഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21:8. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. നോക്കണം, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് വീക്ഷിക്കുന്നു. ആ രണ്ടാമത്തെ മരണമെന്നുള്ളത് ജീവൻ എന്നേക്കുമായിട്ട് നിത്യ നരകത്തിലേക്ക് പോകുന്നതാണ്. നോക്കണം, ഈ അവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അവൻ്റെ ഭൂമിയിലെ ജീവിതമാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം 30 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ ആരാണ് ദൈവസന്നിധിയിലേക്ക് പോകുന്നതും ആരാണ് നിത്യനരകത്തിലേക്ക് പോകുന്നത് എന്നുള്ളതും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ നമുക്കറിയാം, മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് അനുസരണമാണ് അവന് ദൈവത്തോടുള്ള വാസവും അല്ലെങ്കിൽ നിത്യദണ്ഡനവും വിഭാഗിച്ച് ലഭിക്കുന്നതെന്ന് നമ്മളവിടെ കാണുന്നു. നോക്കണം, മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായം 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം 41 മുതൽ 46 വരെ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാൺമാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. അപ്പോൾ പാപത്തിൻ്റെ അനന്തരഫലമായിട്ടുള്ളതാണ് നിത്യദണ്ഡനം. പാപമോചനം ലഭിക്കുന്നവർക്ക് ഉള്ളതാണ് നിത്യജീവൻ. എന്നാൽ ഇത് രണ്ടും മനുഷ്യന് സ്വായത്തമാകുന്നത് അവൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്.
പ്രവൃത്തിയുടെ ഫലം. ആ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് മനുഷ്യനിത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 25-ാമത്തെ അധ്യായം 31 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. നിത്യദണ്ഡനിലേക്ക് അയക്കുന്ന കാര്യവും നിത്യജീവങ്കിലേക്ക് അയക്കുന്ന കാര്യവും. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി അതെങ്ങനെ ദൈവത്തിനനുസരണമായി തീരും, അതിനനുസരിച്ചാണ് അവന് പാപമോചനം ലഭിക്കുന്നത്. എന്നാൽ ഒന്ന് ഓർക്കണം, മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് പാപമോചനം ഒരിക്കലും അവന് സ്വായത്തമാക്കാൻ സാധ്യമല്ല. അവിടെയാണ് യേശുക്രിസ്തു നമ്മുടെ പാപമോചകനായിട്ട് നമുക്ക് വേണ്ടിയായിത്തീരുന്നത്. ഓർക്കണം, പാപങ്ങളെ മോചിപ്പിക്കുവാൻ അവിടത്തേക്ക് അധികാരമുണ്ട്. പാപങ്ങളെ മോചിക്കുവാൻ യഥാർത്ഥത്തിൽ അധികാരം ദൈവത്തിനാണ്. യേശുക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നത് നിമിത്തം അവിടുന്ന് സാക്ഷാൽ ദൈവമാണെന്ന് വെളിപ്പെടുകയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ സാക്ഷാൽ ദൈവത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വെളിപ്പാടിൻ്റെ മേൽ സഭയിൽ ആയിരിക്കുവാൻ, സഭയുടെ പണിയിൽ പങ്കാളികളാകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.